നരകത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇതേവരെ ഇസ്രാഫീൽ ചിരിച്ചിട്ടില്ല നബിയേ, ഇസ്രാഫീൽ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചത് കണ്ടപ്പോ ഇതേവരെ ചിരിക്കാതിരിക്കുന്നതാണെന്നറിയുമോ? യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യത്തുറൂൻ. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ തളർച്ചയില്ലാതെ ക്ഷീണമില്ലാതെ 24 മണിക്കൂറും അല്ലാഹു തസ്ബീഹ് ചെയ്യുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മലക്ക് പോലും നരകത്തെ കണ്ടിട്ട് ഇത് പിന്നീട് ചിരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു പറയുന്നു ബൽ യൽഹഖു ഖലീലാ, കുറച്ചു മാത്രം ചിരിക്കണേ. ഈ ആവാസങ്ങളുടെ നടുവിൽ ചിരിക്കരുതേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിരിയും തമാശയുമായി സർവ്വ ചാനലുകളും മനുഷ്യനെ ചിരിപ്പിക്കാൻ മത്സരം നടത്തുമ്പോ അല്ലാഹു പറയുന്നു നരകത്തെ ഓർത്ത് കരയുക. റസൂലുള്ളാഹി കഥയൊക്കെ പറഞ്ഞിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ രാവിലെ സുബഹിക്ക് തുടങ്ങിയ പ്രഭാഷണം നരകത്തെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇശായിക്ക് അവസാനിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ തഅലമൂന മാ അലമൂ ലലഹിതും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നരകത്തെക്കുറിച്ച് എനിക്കറിയാവുന്നതല്ല നിങ്ങൾ അറിഞ്ഞിരുന്നതെങ്കിൽ, നരകത്തിൽ ഞാൻ കണ്ടതല്ല നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ലലഹിതും ഖലീലാ, കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, വളരെ കൂടുതലായിട്ട് നിങ്ങൾ കരയുമായിരുന്നു. ഇത് പറയേണ്ട താമസം ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുകയാ, ഫഗതാ സഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദൂഹും വലഹും ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മുഴുവനും ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചു മാത്രമേ കരയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേട്ട സഹാബത്ത് മുഴുവനും മുഖം താഴേക്ക് കുനിഞ്ഞു വെച്ച് അവരെല്ലാവരും ഏങ്ങി കരയാൻ തുടങ്ങിയെന്ന് ഹദീസിന്റെ റാവി പറയുമ്പോ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് നരകം പറഞ്ഞപ്പോ ആ സഹാബത്ത് നേരെ വീട്ടിലെത്തി. എന്നിട്ട് വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് തങ്ങളുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് അവര് പരിശോധിച്ചു നോക്കിയത്രേ. കേട്ടിട്ട് വെറുതെ പോയവരല്ല, വീട്ടിൽ ചെന്നിട്ട് വിളക്കിന്റെ തിരി കൊളുത്തിയിട്ട് ആ തീയിലേക്ക് തന്നെ ചൂണ്ടുവിരൽ വെച്ചിട്ട് സഹാബത്ത് വെച്ച ഉടനെ കൈവലിച്ചുപോയി. ചൂട് സഹിക്കാൻ കഴിയാതെ കൈവലിച്ചുപോയി. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ, അല്ലാഹുവേ, ദുനിയാവിലെ ഈ ചൂട് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നാളെ നരകത്തിന്റെ ചൂട് ഞാൻ എങ്ങനെ സഹിക്കുമല്ലാ, നരകത്തിന്റെ ചൂട് ഞാൻ എങ്ങനെ സഹിക്കുമല്ലാ. അവര് കേട്ടിട്ട് മാത്രമല്ല, പരിശോധിച്ചു നോക്കി തങ്ങൾക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റുമോ. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ദുനിയാവിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും. ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ കയറി അറിയാതെ തൊട്ടുപോയാൽ കാലെന്ന് ചവിട്ടിയ അറിയാതെ നമ്മൾ കാല് വലിക്കൂല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമിയിലെ ചൂടിന്റെ 70 ഇരട്ടി ചൂടുണ്ട് നരകത്തിലെ തീക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ പോലും വല്ലാതെ കരഞ്ഞുപോയി. ഒരു മലക്ക് നരകം കണ്ടിട്ട് പിന്നെ ചിരിച്ചിട്ടില്ല. അപ്പൊ നമ്മളോ ആ നരകത്തെ ഓർത്ത് നമ്മൾ ചിരിക്കുകയാണോ, ആ നരകത്തെ ഓർത്ത് നമ്മൾ കരയുകയാണോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നരകത്തെ ഓർത്ത് കരയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന നമ്മുടെ കണ്ണ്